ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാറിന് ജാമ്യം. ഉപാധികളോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 50 ദിവസമാകുന്നതിന് മുൻപാണ് ജാമ്യം അനുവദിച്ചത്. അരുൺരാജുണ്ട് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി. അരുൺരാജ്, അങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടി, മുരാരി ബാബുവിന് പിന്നാലെ മറ്റൊരാൾ കൂടി, ശ്രീകുമാറിന് കൂടി ജാമ്യം ലഭിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു സ്വാഭാവിക ജാമ്യം അല്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഗൂഗിൾ തീർച്ചയായും ഒരു സ്വാഭാവിക ജാമ്യമല്ല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഇപ്പോൾ എസ് ശ്രീകുമാറിന് ലഭിച്ചിരിക്കുന്നത്. അറസ്റ്റിലായി 50 ദിവസം പിന്നിടുമ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീകുമാറിന്റെ പങ്ക് പൂർണ്ണമായും തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്ന വാദം ശ്രീകുമാറിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുമ്പാകെ കൊണ്ടുവരുന്നത്. ഈ ഒരു കേസിൽ മാത്രമാണ്, ദ്വാരപാലക ശില്പ കേസിൽ മാത്രമാണ് ശ്രീകുമാറിനെ പ്രതിയാക്കിയിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പൂർണ്ണമായും കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഇതോടെയാണ് എസ് ശ്രീകുമാറിന് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഉപാധികളോടെയാണ് ജാമ്യം. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രതികൾക്കും ഈ സമാന രീതിയിൽ ഈ തെളിവുകൾ പ്രോസിക്യൂഷൻ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ ജാമ്യത്തിന് അർഹത ഉണ്ട് എന്ന വാദം ഇപ്പോൾ മറ്റു പ്രതികൾ കൂടി കോടതിക്ക് മുമ്പാകെ വെക്കുന്നുണ്ട്. ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ KP ശങ്കരദാസിനെ കൂടി ഹാജരാക്കിയിരുന്നു. നേരത്തെ മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് കോടതി ഇന്ന് ഹാജരാക്കാൻ റിമാൻഡ് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ മുൻ ബോർഡ് അംഗം കൂടിയായ KP ശങ്കരദാസിനെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ 14 ദിവസത്തെ കൂടി റിമാൻഡ് ചെയ്ത് വീൽ ചെയറിലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. വൻ പോലീസ് സന്നാഹത്തോടെയാണ് പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത KP ശങ്കരദാസിനെ കോടതിയിൽ ഹാജരാക്കുകയും മടക്കിക്കൊണ്ടു പോവുകയും ചെയ്തത്. അരുൺരാജ്, മാത്രമല്ല SITയോട് കൂടുതൽ ചോദ്യങ്ങൾ വരും, അല്ലെങ്കിൽ SIT കൂടുതൽ പ്രതിക്കൂട്ടിലാവുന്നതാണ്. സ്വാഭാവിക ജാമ്യമല്ല, SIT കൃത്യമായ തെളിവുകൾ ഹാജരാക്കാനായില്ല എന്ന കോടതി നിരീക്ഷണത്തോടു കൂടിയാണ് ഈ ജാമ്യം ലഭിക്കുന്നത്. തീർച്ചയായും SITയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ കേസിലെ ഓരോ പ്രതികളായി ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. അടുത്ത ആഴ്ച തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ടാമത്തെ കേസിൽ കൂടി സ്വാഭാവിക ജാമ്യത്തിന് കോടതിക്ക് മുമ്പാകെ എത്തുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ പ്രോസിക്യൂഷന് കഴിയാതെ വരുന്നതാണ് വലിയ തിരിച്ചടിയായിരുന്നത്. തൊണ്ടിമുതൽ കണ്ടെത്താതെ വരുന്നതും മറ്റു പ്രതികളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാതെ വരുന്നതും പ്രോസിക്യൂഷനെ സംബന്ധിച്ച് SITയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. കുറ്റപത്രം പോലും സമർപ്പിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പ്രതികൾക്ക് പ്രത്യേകം കുറ്റപത്രം സമർപ്പിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ SIT പറഞ്ഞത്. പക്ഷേ അങ്ങനെ സമർപ്പിച്ചാൽ തിരിച്ചടിയാകുമോ എന്ന ഭയം കൂടി SITക്ക് ഉണ്ട്. ഏതായാലും പ്രതികൾ ജാമ്യം ലഭിച്ച് പുറത്തേക്ക് പോകുന്നത് SITയുടെ വീഴ്ചയാണെന്ന വലിയ വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. തീർച്ചയായും അരുൺരാജ്, ഏതായാലും SITയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചോദ്യങ്ങൾ SITക്ക് നേരെ ഉയരും. നേരത്തെ മുരാരി ബാബു 90 ദിവസം ആയി അറസ്റ്റിലായി, 90 ദിവസമായി കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സ്വാഭാവികമാണ് ജാമ്യമാണ് ലഭിച്ചതെങ്കിൽ ഇപ്പോൾ ശ്രീകുമാറിന്റെ കാര്യത്തിൽ 50 ദിവസം പോലും തികയുന്നതിന് മുൻപ് ജാമ്യം ലഭിക്കുന്നു. അതും കൃത്യമായ അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ തെളിയിക്കാൻ SITക്ക് ആവുന്നില്ല. അത്തരത്തിൽ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ SIT സംഘം നേരിടുന്നത്. സ്വർണ്ണക്കൊള്ള കേസിൽ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ആരോപണം, SITക്ക് നേരെയുള്ള ചോദ്യങ്ങളും ഇനി കൂടുതൽ രൂക്ഷമാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.